മാവേലിക്കരയിലാണ് ഇന്ന് വോട്ട് ഓൺ വീൽസ്. സിറ്റിംഗ് MP കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായ 4ാം വിജയം ലക്ഷ്യമിട്ട് മത്സരിക്കും. ലോക്സഭയിൽ 2 or 3 MPമാർ മാത്രം വരുന്ന ഇടതുപക്ഷ പാർട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? BJP താഴെയിറക്കാൻ പറ്റുമോ? ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരത വീണ്ടെടുക്കാൻ അവർ കഴിയുമോ? നമ്മുടെ ജനാധിപത്യവും മതേതരത്വം നിലനിർത്താൻ അവർ കഴിയുമോ? അപ്പോൾ അതൊക്കെ ഇവിടുത്തെ വോട്ടർമാർ പരിശോധിച്ചായിരിക്കും വോട്ട് ചെയ്യുന്നത്. CPIയുടെ യുവജന നേതാവ് CA അരുൺകുമാറാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ഈ ഒരു മാസക്കാലം പിന്നിട്ടപ്പോൾ മാവേലിക്കരയിലെ ജനങ്ങൾ ആകമാനം ഹൃദയത്തിൻ്റെ ഭാഗമായി നമ്മളെ ചേർത്ത് നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് എതിരാളികളെക്കുറിച്ചൊന്നുള്ള ആശങ്കയൊന്നും ഞങ്ങൾക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. മാവേലിക്കര മാറുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ബൈജു കലാശാല NDAക്ക് വേണ്ടി മത്സരിക്കുന്നു. ഞാൻ പറയുന്നത് ഇവർക്ക് എന്തിനാ വോട്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഒരു ദേശീയ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോകുന്നു. മോദിജി വീണ്ടും പ്രധാനമന്ത്രിയാകുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ നന്മയും വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് എത്തണമെങ്കിൽ NDAയുടെ ഒരു MP ഉണ്ടാകുന്നതല്ലേ നല്ലത്. ജനം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാണാം വോട്ട് ഓൺ വീൽസ്.